നമ്മളിതിൽ നിൽക്കുമ്പോഴാണ് ഒരു സംഗതി ആലോചിക്കുന്നത്, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, സുഗമമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്. കെടുത്തത്തിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ മൂക്കിൽ ട്യൂബും യൂറിൻ്റെ ട്യൂബും എല്ലാം ട്രക്ക് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എല്ലാം ഇവിടെ വന്നിട്ട് തന്നെയാണ് റിമൂവ് ചെയ്തത്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു എൻഡ് ഓഫ് ലൈഫ് ആണ്, പിന്നെ അതിലൊന്നും തിരിച്ചു വരവില്ല എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഓരോ സ്റ്റാഫുകളും ഇപ്പം എൻ്റെ ഫാമിലി പോലെയാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും. കാരണം ഇവർക്ക് പോലും ഞാനൊരു അത്ഭുതമായിട്ട് മാറിയിട്ടുണ്ട്. ഈ നടക്കുന്നത് ഞാനല്ല, എന്നെ കൊണ്ട് നടത്തിക്കാണ്, റോബോട്ടാണ് എന്നെ നടത്തിക്കുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിലുള്ള PMR സെന്ററിലാണുള്ളത്. ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ വളരെ ചുരുക്കം ഹോസ്പിറ്റലുകൾ മാത്രമുള്ള റോബോട്ടിക് ഉള്ള PMR സെന്റർ വളരെ കുറവാണ്. ഇതെന്താണ്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ഒരുപാട് രോഗികളെ, കിടപ്പിലായിട്ടുള്ള ഒരുപാട് രോഗികളെ ഇതുപോലുള്ള നൂതന ടെക്നോളജിയിലൂടെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള 2 ഡോക്ടേഴ്സാണ് എൻ്റെ അടുത്തുള്ളത്. അതായത് ഡോക്ടർ നബ്ഹാൻ, ഡോക്ടർ നഈമ. അപ്പോൾ ഡോക്ടറെ, ഈ ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മളിതിൽ നിൽക്കുമ്പോഴാണ് ഒരു സംഗതി ആലോചിക്കുന്നത്, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, സുഗമമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്. ഇതിലേക്ക് കെട്ടിത്തൂക്കി നിർത്തിയിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലുള്ള നൂതന ടെക്നോളജികൾ വന്നതിന്റെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇത് ലോവർ ലിംബ് റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ, അതായത് കാല് രണ്ടും തളർന്നു പോയ ആളുകൾക്ക് തിരിച്ച് നടത്തിച്ച് തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ജി ഗേറ്റർ എന്ന് പറയും, ലോവർ ലിംബ് റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് തലച്ചോറിന് പരിക്ക് പറ്റിയ ആൾക്കാർ, നട്ടലിന് ക്ഷതം പറ്റിയ ആൾക്കാർ, അല്ലെങ്കിൽ സ്ട്രോക്ക്, മൂന്നാണ് മെയിൻ കണ്ടീഷൻസ് നമ്മൾ ഉപയോഗിക്കുക. അതായത് പറ്റിയിട്ട് കാലിൽ തീരെ ചലനശേഷി നഷ്ടപ്പെട്ട ആൾക്കാർ, പവർ 0 ഉള്ള ആളുകൾക്ക് ചിലപ്പോ നോർമൽ സാധാരണ തെറാപ്പി വെച്ചിട്ട് ഇമ്പ്രൂവ്മെന്റ് കാണിക്കാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാലില് പവർ ഒന്നും കൂടെ പെട്ടെന്ന് വരും. പിന്നെ ഈ മെഷീന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഒരു തെറാപ്പി സെഷൻ ആകുമ്പോഴത്തേക്കും ഒരു 4-5 പേരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ നിർത്തി കൈയും കാലൊക്കെ അനക്കിപ്പിക്കുക. ഈ മെഷീൻ ഉള്ളപ്പോഴത്തേക്കും പണി മെഷീൻ എടുത്തോളും. സാധാരണ ഒരു സെഷനിൽ 20-25 സ്റ്റെപ്സ് എടുക്കാൻ പറ്റാറുള്ളൂ. അതായത് ആളുകൾ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു സെഷനിൽ തന്നെ 900 മുതൽ 1200 സ്റ്റെപ്പ് വരെ എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് സിഗ്നല് കാലിൽ നിന്ന് ബ്രെയിനിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പോ റിക്കവറി ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യാവും അല്ലേ? അപ്പൊ സാറേ, എന്നെ തന്നെ അതിന് താഴെ ഇറക്കിയിട്ടുണ്ട്, നന്ദി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചികിത്സയ്ക്ക് വിധേയരാകുന്നത് ഏതൊക്കെ ടൈപ്പ് രോഗികളാണ്? നമ്മളിവിടെ മെയിൻ ആയിട്ട് ന്യൂറോ കേസസ് ആണ് കാണുന്നത്. അതായത് തലച്ചോറിന് ക്ഷതം പറ്റിയ ആൾക്കാർ, അതായത് ആക്സിഡന്റ്, പിന്നെ സ്ട്രോക്ക് ബാധിച്ച ആളുകൾ, പിന്നെ നട്ടലിന് ക്ഷതം പറ്റിയ ആൾക്കാർ. ഇത് 3 നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ അതല്ലാതെ ഏത് തരം, അതായത് കിടപ്പിലായി പോകുന്ന ഏതെങ്കിലും ഒരു അസുഖം മൂലം ആരെങ്കിലും കിടപ്പിലായി പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇതൊന്നും കൂടാതെ ഇങ്ങനെ കിടപ്പിലായിട്ടുള്ള ഏത് ടൈപ്പ് രോഗികളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇതില് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ ടൈം ഉണ്ട്. അത് ഏത് അസുഖമാണെങ്കിലും തുടക്കത്തിലത്തെ ഒരു 3 to 4.5 മാസം 6 മാസം വരെ ആ ഒരു ടൈമിൽ നമുക്ക് പേഷ്യന്റിന് കിട്ടണം. ഓക്കെ, കിടപ്പിലായിട്ടുള്ള ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ റിക്കവറി കൂടുതലാണ്. ശരിക്കും അതിപ്പോ സ്ട്രോക്കിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഗോൾഡൻ അവർ എന്നുണ്ടല്ലോ, ഏറ്റവും ആദ്യം പെട്ടെന്ന് കൊണ്ടുവന്ന, അതുപോലെ തന്നെ ഇതിലും റിക്കവറി ആവാൻ ഒരു സർട്ടൻ പീരീഡ് ഗോൾഡൻ ടൈം ഉണ്ട്. സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ, അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു എൻഡ് ഓഫ് ലൈഫ് ആണ്, പിന്നെ അതിലൊന്നും തിരിച്ചു വരവില്ല എന്നുള്ളൊരു കൺസെപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലേ ഗോൾഡൻ പീരീഡ്, അത് ഫസ്റ്റ് 3 മണിക്കൂർ to 4.5 മണിക്കൂർ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ റീഹാബിലും ഫസ്റ്റ് 3 to 4.5 മാസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം എന്താ അറിയോ, ഇപ്പോൾ കിടപ്പിലായിട്ടുള്ള രോഗികൾ ചിലപ്പോൾ അവർ കോമ സ്റ്റേജിലായിരിക്കും. അതേപോലെ തന്നെ അവരുടെ തൊണ്ടയുടെ അവിടെ ഹോൾ ഇട്ടിട്ട് ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള സംഭവം ഉണ്ടാവും. ചിലവർക്ക് മുറിവുകൾ, അതേപോലെ തന്നെ ആക്സിഡന്റ് ആയിട്ടുള്ളവരാണെങ്കിൽ സ്റ്റീൽ ഇട്ടിട്ടുള്ളവർ, ചിലവർ ബോധം തന്നെ ഉണ്ടാവൂല. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ശരിക്കും ഇതൊന്നൊക്കെ ആ ഒരു സംഭവമൊക്കെ മാറി റിക്കവർ ആയിട്ടല്ലേ ശരിക്കും ഈ ഒരു ഇത് തുടങ്ങാൻ പറ്റുള്ളത്? അത് മറ്റൊരു മിസ്കൺസെപ്ഷനാണ്. അതായത് എല്ലാവരുടെയും വിചാരം ഇതൊക്കെ ശരിയായിട്ട് റീഹാബ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതെല്ലാം ചെയ്താലേ കണ്ണുറക്കുള്ളൂ. ഇപ്പൊ കഴുത്തിൽ ട്യൂബുള്ളാണെങ്കിൽ ഈ ട്യൂബ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ബോധമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ ആദ്യം പേഷ്യന്റിനെ അസസ് ചെയ്യും, നോക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. കുറെ മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. പിന്നെ റീഹാബിനെ ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും, നമ്മൾ കറക്റ്റ് ചെയ്യും. പിന്നെ ഈ ബ്രെയിൻ സ്റ്റിമുലൻസ് ഒക്കെ ഉണ്ട്, അത് കണ്ണ് തുറക്കാൻ സഹായിക്കുന്ന മെഡിസിൻസ്, അങ്ങനെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പിന്നെ
ഫുൾ റീഹാബ് പ്രോഗ്രാമിലേക്ക് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. നേരത്തെ ബെഡിൽ കിടക്കുന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡേ ആക്റ്റീവ് ആയിരിക്കും. ഒരു ദിവസം 4 to 6 സെഷൻ വരെ പേഷ്യന്റിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ ഫിസിയോതെറാപ്പി ഉണ്ടാവും, ഓക്യുപ്പേഷണൽ തെറാപ്പി ഉണ്ടാവും, സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പി ഉണ്ടാവും, സൈക്കോളജി സെഷൻസ് ഉണ്ടാവും. അങ്ങനെ പേഷ്യൻസ് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ഇതെല്ലാം ചെയ്യണതിന്റെ ഉദ്ദേശം, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കുന്ന സാധനമാണ്. തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മൊത്തം കൺട്രോൾ ചെയ്യുന്ന സാധനം. അപ്പൊ അത് കാരണം ഒരു പ്രശ്നമില്ല ഉണ്ടാവും, ശരീരത്തിന് കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഒരു സ്ഥലത്തും ഒരാൾക്ക് മാത്രം ഇതിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റില്ല. ഇത്രയും ആൾക്കാർ ആ പേഷ്യന്റിന്റെ മേലെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യന്റിന്റെ ഔട്ട്കം മാക്സിമം പെട്ടെന്ന് റിക്കവറി വീട്ടിൽ പോകാനും പറ്റും. ഓക്കെ. അപ്പൊ ഇതുപോലെ കിടപ്പ് രോഗികൾക്ക് അവർക്ക് വേറെ വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അതിന് പറ്റിയ ഡിപ്പാർട്ട്മെന്റ്, ഇനിയിപ്പോ ഇവന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു രോഗിക്ക് കാർഡിയാക് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഓർത്തോന്റെ എന്തായാലും ഓർത്തോന്റെ കേസ് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നെഫ്രോ കേസുള്ള കേസ് ആണെങ്കിലും അതന്നെ ഇവിടുന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ചികിത്സേന്റെ ഒപ്പം തന്നെ ആ രോഗിക്ക് ആ അസുഖം കൂടി ചികിത്സിച്ച് ഭേദാക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ ബേസ്ഡ് റീഹാബിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതായത് വേറെ എന്ത് മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് എമർജൻസി വന്നാലും നമുക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് റീഹാബ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഔട്ട്കം കിട്ടും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഇടയ്ക്ക് എന്ത് ഇഷ്യൂ വന്നാലും, ഇപ്പൊ ഇൻഫെക്ഷൻ വന്നാൽ സോഡിയം കുറയാ, പൊട്ടാഷ്യം കുറയാ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അപ്പൊ കറക്റ്റ് ചെയ്ത് നമുക്ക് റീഹാബ് നമുക്ക് പെട്ടെന്ന് പോക്കാൻ പറ്റും, പെട്ടെന്ന് ഇമ്പ്രൂവ് ആകുള്ളൂ. ചിലപ്പോൾ കാലിൽ ടൈറ്റ്നസ് വരും, ചില ആളുകൾക്ക് അപസ്മാരം പോലെയൊക്കെ വരും. അതെല്ലാം അപ്പൊ മാനേജ് ചെയ്യണം. അപ്പൊ മാനേജ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ റീഹാബും കൂടി നടന്നു വരുമ്പോ പെട്ടെന്ന് പേഷ്യന്റ് റിക്കവർ ആയി വരും എന്നുള്ളതാണ്. അപ്പോ നൈമ ഡോക്ടറെ, ഒരു രോഗി ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്താണ് ചെയ്യല്? സ്റ്റാർട്ടിങ് നമ്മൾ രണ്ടാളും അല്ലെങ്കിൽ ഒരാൾ അസസ് ചെയ്യും, പേഷ്യൻ്റ് ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് എന്നിട്ട് ഒരു ഗോൾ, അതായത് പേഷ്യൻ്റ് റിഹാബ് കഴിഞ്ഞിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യും. ലൈക്ക് എത്ര നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, പേഷ്യൻ്റ് നടത്താൻ പറ്റുമോ, നിർത്താൻ പറ്റുമോ, ഫുൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യണ പോലെ ലൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, ചിലർക്ക് സ്പീച്ച് ആൻഡ് സ്വാലോ വേണ്ടവരുണ്ടാവും, വേണ്ടാത്തവരുണ്ടാവും. അതനുസരിച്ച് നമ്മൾ തീരുമാനിച്ച് പറയും. പിന്നെ അതുകൂടെ തന്നെ സൈക്കോളജി സപ്പോർട്ടും എല്ലാം കൊടുക്കും. എല്ലാം കൂടി ആയി വരുമ്പോഴേക്കും പേഷ്യന്റും ഹാപ്പി തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ റിക്കവർ ആയിട്ട് വന്നിട്ടുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ അവർ ഫുൾ ഹാപ്പിയാണ്. ഇവിടെയുള്ള നിങ്ങളുടെ ടീമുമായിട്ട്, ഇത് ഡോക്ടറാണോ നേഴ്സാണോ ബാക്കി എന്താണ് ഇതിന്റെ ട്രെയിനേഴ്സ് ആണോ ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാവരുമായിട്ടും ഭയങ്കര മിങ്കിളാണ്, കമ്പനിയാണ്. തന്നെ നിങ്ങളുടെ ആ ഒരു ടീം വർക്കിന്റെ റിസൾട്ടാണ് ശരിക്കും ഓരോരുത്തരും ഇവിടുന്ന് ചിരിച്ച് ഇറങ്ങി ജീവിതത്തിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ തലച്ചോറിന് പരിക്ക് പറ്റുന്നത് കുറെ പാർട്സിനെ ഇൻവോൾവ് ചെയ്യും. അപ്പോ ഒരാൾക്ക് മാത്രം ഇമ്പ്രൂവ്മെന്റ് മൊത്തം വരുത്താൻ പറ്റും. നമ്മളിവിടെ ഒരു ടീം വർക്കാണ്. പിന്നെ ഈ സിസ്റ്റത്തിൽ കയറണം. അതായത് ആദ്യം കണ്ട് മെഡിക്കൽ ഇഷ്യൂസ് നോക്കാൻ മെഡിക്കൽ മാനേജ്മെന്റ്, പിന്നെ നേരത്തെ പറഞ്ഞ കുറെ തെറാപ്പികള്, അതിൽ ഓരോന്നിലും സമയത്തിന് ചില മാറ്റങ്ങൾ വരുത്തണം. അതെല്ലാം മേൽനോട്ടത്തിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിൽ കയറി പേഷ്യന്റ് പോകുമ്പോഴത്തേക്കും നമുക്ക് എത്രയും പെട്ടെന്ന് പേഷ്യന്റ് വിടാനും പറ്റും, നല്ല ഔട്ട്കമും കിട്ടും. അപ്പൊ PMR ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ചികിത്സിച്ച് ഭേദമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സ എന്താണെന്നും ചികിത്സാ രീതി എന്താണെന്നും ഡോക്ടേഴ്സ് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചികിത്സിച്ച് ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെ നമുക്ക് കാണാം. വരി, പേരെന്തൊക്കെ? അലി. പേര് ഷഹർബാൻ. വൈഫാണ്. പേരെന്താണ്? എൻ്റെ പേര് ആഷിഖ്. ഓക്കെ. അപ്പൊ താത്ത, അലിക്കാക്ക് എന്താ ആക്ച്വലി സംഭവിച്ചത്? സ്ട്രോക്ക് സംഭവിച്ചതായിരുന്നു, ജനുവരിയിലായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് നേരെ ഇവിടെ റീഹാബിലിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞേക്കുമ്പോൾ, പിന്നെ അതേപോലെ ന്യൂറോ സർജനും എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ, ഇങ്ങനെ ഒരു സെന്റർ ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. കെടുത്തത്തിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ മൂക്കിൽ ട്യൂബും യൂറിൻ്റെ ട്യൂബും എല്ലാം ട്രക്ക് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എല്ലാം ഇവിടെ വന്നിട്ട് തന്നെയാണ് റിമൂവ് ചെയ്തത്. റീഹാബിലിറ്റേഷൻ തുടങ്ങി. സാറ് പറഞ്ഞു ഏകദേശം ഒരു മാസം കൊണ്ട് നമുക്ക് നടത്തത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ റീഹാബിലിറ്റേഷൻ ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് റോബോട്ടിക്സ് ആയാലും എല്ലാ മെഷീനറീസുകളും അതേപോലെ എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും നല്ലോണം സഹകരിച്ച് പ്രവർത്തിച്ച് ഒരു നല്ലൊരു ഇതിലേക്ക് സംഭവം ഇപ്പൊ കഴിഞ്ഞിട്ട് എത്രയായി? ഇപ്പൊ കഴിഞ്ഞിട്ടിപ്പോ 9 മാസം.
ഇപ്പൊ എങ്ങനെ ആള് നടക്കണ്ടേ? ആള് നടക്കൽ തുടങ്ങി, ഉഷാറാണ്. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്വന്തം കാര്യമൊക്കെ കുറെയൊക്കെ ചെയ്തു, അതായത് വാഷ്റൂം പോക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ കുറെയൊക്കെ ചെയ്തു തുടങ്ങി. ഒരു സപ്പോർട്ട് വേണം. എന്നാലും അതിങ്ങനെ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പരുവത്തിലാവും എന്നുള്ള ഒരു പ്രതീക്ഷ ആയി കഴിഞ്ഞു. അതിനെ വലിയൊരു സംഗതിയാണ്. എന്ത് തോന്നുന്നു? 4 മാസം കൊണ്ട് ഡോക്ടർമാരൊക്കെ നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടില്ലേ? നല്ല സുഖമുണ്ട്, ഇപ്പം ആശ്വാസമാണ് അല്ലേ? ഉഷാറായി പോണു. ഇപ്പോൾ നിങ്ങൾ ഇത് തുടക്കത്തിൽ ഈ സംഭവം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടോ? ഇല്ല, ഓർമ്മയൊന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മ വന്നപ്പോൾ ഈ ഹോസ്പിറ്റലാണ്. ഓർമ്മയില്ല അല്ലേ? അതെന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റാഫായിട്ടും നഴ്സുമാർ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി. അപ്പൊ നല്ല ഉഷാറാണ്. ലാസ്റ്റിക്ക് എല്ലാം ക്ലിയർ ആയി വന്നോപ്പോ നല്ലൊരു ഓർമ്മയ്ക്ക് വന്ന് നോക്കുമ്പോ അവരായിട്ടൊക്കെ നല്ലോണം കമ്പനിയായി. അല്ല, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അവരായിട്ട് കമ്പനി ആയപ്പോ ഞാൻ അങ്ങനെ നോക്കിയിരുന്നത് എന്താ ഡയറ്റിംഗ് ആണല്ലോ, പുതിയ അയക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഒരു കമ്പനി ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കൂടി കണ്ടപ്പോഴേ എനിക്ക് സന്തോഷം. അത്രയും മിങ്കിളായിരുന്നു ഇവരൊക്കെ ആയിട്ട്. നല്ല കമ്പനിയായിരുന്നു, ഉഷാറായിരുന്നു അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ആഷിഖ് ഭായി, എവിടെ സ്ഥലം? എൻ്റെ സ്ഥലം തോട്ടുമുഖം എന്ന് പറയും. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ 7 കിലോമീറ്റർ ആണ്. എന്താ ആക്ച്വലി എനിക്ക് സംഭവിച്ചത്? അത് ഞാനും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഫീൽഡിലാണ്. എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു രാത്രി 11 മണി സമയമായിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു പോസ്റ്റിനിട്ട് ബൈക്ക് പോയി ഇടിക്കുകയാണ് ചെയ്തത്. അപ്പം തന്നെ അതൊരു ആൾ കുറഞ്ഞ വഴിയായിരുന്നു. ഏകദേശം 1/2 മണിക്കൂറോളം ഞാൻ അവിടെ തന്നെ കിടന്നു, ആരും നോക്കാനില്ലാണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ആംബുലൻസുകാരനെ എടുത്ത് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ മദറിലെത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ച് ഏകദേശം GCS സ്കോർ പറയും, സ്കോമ സ്കെയിൽ പറയും, അത് ഏകദേശം 3 ആയിരുന്നു. 15ലും 12ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 ആയിരുന്നു സ്കോർ. അപ്പം ഏകദേശം തിരിച്ചില്ല എന്ന് പറഞ്ഞൊരു കണക്കൂട്ടലിലായിരുന്നു എല്ലാവരും. തിരിച്ച് മുന്നോട്ടില്ല എന്ന് പറഞ്ഞ കണക്കൂട്ടലിൽ നിൽക്കുന്ന സമയത്താണ്, എവിടെ നിന്നറിയില്ല, ഇപ്പോഴും ഡോക്ടർമാർ പറയും ഒരു അത്ഭുതമാണ്, മെഡിക്കൽ മിറാക്കിളാന്ന് പറയും. അങ്ങനെ 1.5 മാസം ഇവിടെ തന്നെ കിടന്നു. ആദ്യത്തെ 10 ദിവസം മാത്രമായിരുന്നു എനിക്ക് കോമയിലല്ല, ആദ്യത്തെ 3 ദിവസമായിരുന്നു ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ. ആദ്യത്തെ 3-4 ദിവസം ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. പിന്നെ അങ്ങോട്ട് 5 ദിവസം 6 ദിവസം 7 ദിവസം 10 ദിവസം അങ്ങനെ കൂടുന്തോറും ഭേദപ്പെടാൻ തുടങ്ങി. പിന്നെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെഡിക്കൽ മിറാക്കിൾ സംഭവിച്ചു. 15 ദിവസം കൊണ്ട് ഞാൻ എണീറ്റ് നടന്നു. 15 ദിവസം കൊണ്ട് ഞാൻ എണീറ്റ് നടന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഏകദേശം അറിയുന്ന മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ എന്നെ കൊണ്ടുവന്ന സമയവും എൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവസാനത്തിലേക്ക് എത്തിച്ചപ്പോൾ ഏകദേശം എൻ്റെ രൂപത്തിലേക്ക് അവരെത്തിച്ചു. എന്നെ ഒരു 95% പഴയ ലെവലിലേക്ക് എത്തിച്ചു. ഇപ്പോൾ കാണുന്ന ഈ ചെറിയ പൊട്ടുപാടുകളല്ലാതെ ഒരു കാര്യങ്ങളും അറിയാനില്ല. പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ചെറിയ എന്തോ പറ്റിയെന്നേ വിചാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡോക്ടേഴ്സും ഇവിടുത്തെ സ്റ്റാഫും ഓരോ സ്റ്റാഫുകളും ഇപ്പോൾ എൻ്റെ ഫാമിലി പോലെയാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും. കാരണം ഇവർക്ക് പോലും ഞാനൊരു അത്ഭുതമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റിപ്പോർട്ടുകളൊക്കെ വായിച്ചാലറിയാം ഞാൻ അത്രത്തോളം എവിടെ നിന്നാണ് ഞാൻ വന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. GCS സ്കോർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഡോക്ടർമാർ എന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, എങ്ങനെയാടാ നീ ഇവിടെ എത്തിയത്. അപ്പോൾ ആഷിഖ് ഭായ്, നമുക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് ഫുൾ ഫെസിലിറ്റി ആയിട്ടുള്ള, അതായത് റോബോട്ടിക്സ് വരെയുള്ള ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെ അസുഖമായിട്ട് കിടക്കുന്നവർ, അതായത് കിടപ്പ് രോഗികളായാലും ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇതുപോലുള്ള ഹോസ്പിറ്റൽ എന്നുള്ളത്. അപ്പം നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അത് ഇതുപോലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ രോഗിക്ക് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാവും, അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വരും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.